ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 20-ാം തിരുവചനം. നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല. ഈശോയുടെ വലിയൊരു പ്രത്യേകതയെക്കുറിച്ച് പറയുക. ഞാങ്ങണ ചതഞ്ഞു പോയെന്ന് കരുതി അതിനെ ഒടിച്ചു കളയത്തില്ല. തിരി പുകയാന്ന് കരുതി അതിനെ മാറ്റിക്കളയത്തില്ല. നിന്നിലൊരു കുറവുണ്ട്, നിന്നിലൊരു പോരായ്മയുണ്ടെന്ന് കരുതി നിന്റെ ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല എന്ന് പറയുക. അങ്ങനെ തള്ളിക്കളയുന്നത് മാനുഷിക രീതിയാണ്. ദൈവത്തിൻ്റെ രീതി എന്ന് പറയുന്നത് ചേർത്ത് പിടിക്കില്ല. കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് കണ്ടെത്തി തോളത്ത് ഏറ്റുവാങ്ങുന്നു. വീട് വിട്ട് ഇറങ്ങിപ്പോയ ധൂർത്തപുത്രന് വേണ്ടി വിരുന്നൊരുക്കുന്നു. തള്ളിക്കളയലല്ല, ചേർത്ത് പിടിക്കലാണ് നിൻ്റെ ദൈവം ചെയ്യുക. നിൻ്റെ കുറവുകൾ, നിൻ്റെ പോരായ്മകൾക്കെല്ലാം അപ്പുറത്ത് നിൻ്റെ ദൈവം നിന്നെ വിലമതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്നെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നിൻ്റെ വലിയ സ്നേഹത്തെ ജീവിതത്തിൽ എപ്പോഴും അനുഭവിച്ചറിയുവാനായിട്ട് ഇട കൊടുക്കണം. ഈ ദിവസത്തിന് വേണ്ടത് കൃപകളും നന്മകളും സംരക്ഷണം എല്ലാം നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവം.